Yes, welcome back to your doctor. We have got Dr. Alshri Raghupati with us, who is a pediatrician. And our topic was on our kutil nirantaramai vittumaratha paniyum chumayum jaladoshathe kurichana innanu our topic of discussion. But I think doctor, we have got a call with us. Hello. Hello. I think the call is dropped. Okay, that's fine. So yes, coming back to നമ്മുടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പം വിളിച്ചൊരു കോളർ പറഞ്ഞിരുന്നത് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ പനി പിന്നെയും കണ്ടുവരുന്നു. സോ ഇറ്റ്സ് അഗെയിൻ ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഈസ് ഇറ്റ് റിലേറ്റഡ് ടു വെദർ ആസ് വെൽ, അതോ ഇപ്പം കാണുന്ന കുട്ടികളുടെ ആ ഏജ് ഗ്രൂപ്പിൽ കാണുന്ന ഒന്നാണോ ഇത്? കുട്ടികളെന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവാണല്ലോ. സോ ആ ഏജ് ഗ്രൂപ്പിലാണല്ലോ ആദ്യം വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് തുടങ്ങേണ്ടത്. സോ യെസ്, it is more common in children, and of course the weather also plays a role. ഇത് multifactorial എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ റിക്കറന്റ് കോഫ് ആൻഡ് കോൾഡിന്റെ റീസൺസ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇപ്പോൾ അലർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അലർജി എന്ന് പറഞ്ഞു. ബട്ട് ദെൻ ഈസ് ഇറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒന്നാണോ? ലൈക്ക് വെൻ ഇറ്റ് ഗോസ് ടു സ്കൂൾ, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളിൽ ജലദോഷം. അലർജി ഈസ് നോട്ട് ഇൻഫെക്ഷ്യസ്. അലർജി ഈസ് നോട്ട് ഇൻഫെക്ഷ്യസ്, ബട്ട് ദർ ഈസ് എ ജനറ്റിക് ബേസിസ് ടു അലർജി. I have lot of parents come and ask me, ഞങ്ങൾക്ക് ആസ്മയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കൊണ്ടാണോ കുട്ടിക്ക് ഈ ചുമ വരുന്നത്? അതുകൊണ്ടല്ല കുട്ടിക്ക് ചുമ വരുന്നത്. ഇപ്പം നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ താമസിച്ചില്ലെങ്കിലും കുട്ടിക്ക് ആസ്മ, അലർജി വരാനുള്ള പ്രവണതയുണ്ട്. ബിക്കോസ് അലർജി has a genetic predisposition. Okay. But അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പൊല്യൂഷൻ ഇതൊക്കെ will be a pollution plays a very important role. So അതിന് what precautions can be taken? നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുമ്പോൾ there is no other way out. So അതിന് ഇവിടെ more than air pollution, I think the main thing that is happening here is in this season, particularly this winter, sandstorm. What we have noticed is a sandstorm. So is it necessary that കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ at that point mask to a certain extent it will prevent, but if your child അതായത് ആസ്മ, അലർജി, ഡസ്റ്റ് അലർജി എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ സാൻഡ്സ്റ്റോം ഉള്ള സമയത്ത് വെളിയിൽ ഇറങ്ങാതിരിക്കുക തന്നെ ആണ്. ദാറ്റ്സ് ദ ഓൺലി ക്യൂർ ഔട്ട്. ഓക്കെ, അതല്ലാതെ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പം കുട്ടികൾ മരുന്നൊക്കെ എടുക്കുന്ന സമയത്ത് നോർമലി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ആൻറ്റിബയോട്ടിക്സ് അല്ലേ? ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പം ദർ ഇസ് എ ടെൻഡൻസി ദാറ്റ് കുട്ടികൾ ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം കണ്ടു കഴിഞ്ഞാൽ പേരൻസ് ഹാവ് ദിസ് ടെൻഡൻസി ടു സ്റ്റോപ്പ് ഇറ്റ്. So first of all I want to talk a little about that antibiotic thing. ഇപ്പൊ എല്ലാ പനിക്കും എല്ലാ ചുമയ്ക്കും എല്ലാ ജലദോഷത്തിനും ആന്റിബയോട്ടിക് വേണ്ട. I think that has to be left with the doctor. ഇപ്പൊ എൻ്റെ കുട്ടിക്ക് നാളെ പരീക്ഷയുണ്ട്, അതുകൊണ്ട് ഇന്ന് ആന്റിബയോട്ടിക് തരിക എന്ന് പറഞ്ഞാൽ the antibiotic will not work. ബിക്കോസ് വൈറൽ ഇൻഫെക്ഷൻസ് ആന്റിബയോട്ടിക് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് ദ ഡോക്ടർ ഫീൽസ് ദാറ്റ് ആന്റിബയോട്ടിക് കൊണ്ടേ ആ അസുഖം മാറുള്ളൂ എന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് എഴുതിയേ പറ്റൂ. ആൻഡ് ആന്റിബയോട്ടിക് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. Antibiotic is not poison. Antibiotic acts against that particular organism. It doesn't have any other effects in you. Okay, doctor, I think we have got a call. Hello. Yeah, hello. Your doctor like Swagatham. Who is this? Yeah, this is Shanti. Yes, okay, Shanti, Shanti, we can talk to the doctor. Yes, Shanti, tell me. Good evening, doctor. Good evening, Shanti, tell me. Yes, yeah, mom, I'm having one doubt. Yes, tell me. I have a asthma problem. I'm an asthmatic patient, recurrent. Okay, tell me. So now the problem is I'm having small child. Okay. And the baby is having dry skin. And she is having also recurrent cold also. Okay. So my question is is there is any chance that my baby will get the asthma? Shanti, I just talked about it 2 minutes ago. Can I speak in Malayalam? Do you understand Malayalam? Yeah, okay. അതായത് ആസ്മയ്ക്ക് പാരമ്പര്യം ഒരു പ്രോബ്ലം ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് 100%. അതായത് ഈ ശാന്തിക്ക് ആസ്മ ഉള്ളത് കൊണ്ട് 100% കുട്ടിക്ക് ആസ്മ വരണം എന്നില്ല. ബട്ട് ഡ്രൈ സ്കിൻ ഇസ് അഗൈൻ it shows a predilection for eczema, and eczema and asthma are interconnected. So I would pay I would actually watch the child carefully, especially the dry skin, see whether it is developing into eczema,
And then your next part of the question was about recurrent cold. Recurrent cold. Yeah, recurrent cold signifies that there is an element of allergy, because എല്ലാ ആഴ്ചയും ജലദോഷം, it cannot be just a viral infection. So I would urge that you meet the pediatrician and at least have a discussion. It is not 100% certainty that your child should get all your allergic problems, but there is a high probability. Yes. Okay, so doctor കാണാൻ നല്ലതല്ലേ മാം? Yes. Oh. Yes, Shanti. So recurrent cold. Yeah, yes, Shanti. Okay, Shanti, thank you so much for calling, Shanti. Okay, Yes. yeah, thank you. Thank you, Shanti. Thank you ma'am, thank you Thank so you. much. Okay. Yes, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ജനറ്റിക് Yeah, പറഞ്ഞതേ ഉള്ളൂ. genetic, yeah. So is it like 100% sure that ഇപ്പോൾ അമ്മയ്ക്ക് No, there is no, for asthma and all, there is no 100% probability. It should But there is a chance. Like when we take the history, if a recurrent cold and cough ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പം the first few things that we ask is, are there anybody in the family? Family, okay. So when they say yes, my diagnosis gains more strength. Okay. Okay, doctor, I have got a SMS here. പേര് അയച്ചിട്ടില്ല. But then he's having the doubt. He or she is having the doubt on inhalers. കുട്ടി ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. But then he's not sure till when he should continue. Okay. Skid. Again, this is a very important topic to discuss. Okay. Inhalers, I think ഒരു ടേക്ക് ഹോം മെസ്സേജ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് ഷുഡ് ബി, inhalers are not dangerous for a child. Yes. കാരണം എല്ലാവർക്കും ഉള്ള ഒരു മിത്താണ്, ഒരു വിശ്വാസമാണ് ഇൻഹേലേഴ്സ്. It's like you can prescribe 10 bottle medicines or 10 tablets. Mothers will give all the 10 tablets. മടി കൂടാതെ അത് എല്ലാ അര മണിക്കൂറിന് വേണമെങ്കിലും കൊടുക്കും. Okay. പക്ഷേ ഇൻഹേലർ എന്ന് പറയുമ്പോൾ it is a big it's a big hurdle അത് ക്രോസ് ചെയ്യാൻ. So inhalers, ഡോക്ടർ രണ്ട് വിശ്വാസം അതിലുള്ളത്. ഒന്ന്, പീപ്പിൾ ബിലീവ് ദാറ്റ് ഇപ്പം ഇൻഹേലേഴ്സ് എടുത്ത് തുടങ്ങുവാണെങ്കിൽ ഒന്ന് ഈ ആസ്മയുടെ ആ ഒരു ഇത് പ്രൊണൻസി കൂടുമെന്നും വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ലൈഫ് ലോങ് ആയി ഇത് എടുക്കേണ്ടി വരും. both your questions I address every day in my practice. Okay. Okay. So inhalers does not mean that your child is going to get asthma. Inhalers means your doctor thinks that your child already has a tendency or is already suffering from asthma, and so it is a treatment for asthma. Okay. It won't cause asthma. അത് കാരണം നിങ്ങളുടെ കുട്ടിക്ക് ആസ്മ വരില്ല. പിന്നെ the second question that you asked me, is it lifelong? See, allergy is a lifelong problem. It will go away, it will come back, it will go away. People who have allergy will know what I am talking about. It may start as a cold, and then 5 years later you may never have had a cold for the last 3 years, and you may start with asthma. You may have had asthma as a child. 20 years later you may develop something to do with your skin, and your doctor will say, oh, this is allergic dermatitis. So allergy, there is no cure for allergy, but your asthma, your child's asthma can be controlled with inhalers, and your child need not use inhalers for the rest of his life. Okay, doctor, I think we have got a caller again. Hello. Hi, hello. Hi, you ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? My name is Karthika. Okay, Karthik, you can speak to the doctor. Yes, Karthika, parayoo. Good evening, doctor. Good evening. I just got into your program, middle of your program actually. Okay. And you got a question, sir. Parayoo. I'm not sure whether it's actually applicable because it's about skin. Can I talk to you about skin? If I can answer, I will definitely answer. Please ask the question, Karthika. Thank you, doctor. It's for my daughter. Now I have a very normal skin Okay. with a fairly good complexion. And my husband also has the same. Okay. പക്ഷെ മോൾക്ക് കുറെ പിമ്പിൾസ് ഇങ്ങനെ കാണുന്നുണ്ട് in the last 1 year. How old is your child? How old is your child? My daughter is 20. She's a college going student. Okay. So I think this is probably hormonal ആയിരിക്കും, Karthika. Karthika, this will be hormonal because she's 20. Acne, pimples, അതായിരിക്കും reason. So you will really have to consult a dermatologist. And see whether any oral medicines or topical creams have to be applied for the
acne. Your child may be having a little bit of an oily skin or something, or the hormones itself may be causing the acne and pimples to come out. So I suggest you meet a dermatologist. Okay, I'll do very good in the meantime. She keeps asking me for the Multani Mitti. Then I will try to use it in the I never had to, Multani Mitti, the little I know, is very drying. I don't know whether you should apply it. I think the best person to answer your query would be a dermatologist. All right. Thank you so much. Thank you so much, Karthika. Thank you, Karthika. Bye. Yes. Okay, so നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ രാജശ്രീ രഘുപതിയാണ്. ഷീസ് എ പീഡിയാട്രിഷ്യൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ച്വലി സെക്ഷൻ, ഐ നോ ഇറ്റ്സ് a very vast topic, but then നമുക്ക് ഈ ടോപ്പിക് ഇന്ന് ഇപ്പം കവറപ്പ് ചെയ്യാൻ മൈൻഡ് ചെയ്യാനുള്ള സമയമായി. ബട്ട് ദെൻ യെസ്, നമ്മുടെ എല്ലാവർക്കും നോർമലി കാണുന്ന ഒരു ഡൗട്ടാണ്, ഈസ് എനി ക്യൂർ, ലൈക്ക് ഒരു പ്രിക്കോഷൻസ്. ഇപ്പം എല്ലാവരും പറയും വന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഈസ് എനി വേ ഔട്ട് ഓഫ് ഇറ്റ്, ഓർ ഈസ് എനി എക്സസൈസ് ദാറ്റ് വി ക്യാൻ ഡു, ഒരു particular ഒരു ലൈഫ് സ്റ്റൈൽ കാരണം. You are asking me about non therapeutic measures. അതായത് മരുന്നല്ലാതെ എന്തെങ്കിലും ഈ അലർജി ആസ്മയ്ക്ക് ഉണ്ടോ? Actually it's what is strongly encouraged. Doctor, I think we have got one more caller. Last caller. Hello. Hello. ഈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ രമ്യാണ്. പറയൂ. എന്റെ മൂത്ത മോന് 12 years ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ഡോക്ടർ ഈ സ്നീസിംഗ് ആണ്, കുറെ സമയം സ്നീസിംഗ്. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു സ്പ്രേ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇച്ചിരി ബെറ്ററാണ്. അപ്പം ഡോക്ടർ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഒരു ബോട്ടിൽ ഇവിടെ ഒന്നും ദൂഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. Nasonex is very ideal for your daughter's condition. I suggest അത് ഫോളോ അപ്പ് ചെയ്യൂ. അത് ഒരു ബോട്ടിലും കൂടെ യൂസ് ചെയ്തിട്ട് ഡോക്ടർ എന്താ പറയുന്നത് അതുപോലെ ചെയ്യൂ. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഡോക്ടർ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, പിന്നെ ഈ ക്ലൈമറ്റ് തുടങ്ങിയതിനു ശേഷം ഓൾട്ടർനേറ്റ് വീക്സ് കോൾഡ് ആണ്. അപ്പൊ ഡ്രോപ്പക്സിൽ എനിക്ക് തോന്നിയൊരു 3 ബോട്ടിലോളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ടോ അതിന്? ഏത് കൊടുത്തു? എന്താ കൊടുത്തത്? ഞാൻ മരുന്ന് കേട്ടില്ല. ഡ്രോപ്പക്സില് കോൾഡിന്റെ മരുന്ന്. അത് 3 ബോട്ടിൽ കൊടുത്തോ? അല്ല, ഇപ്പൊ നേസനെക്സ് എടുത്തോണ്ടിരിക്കുമ്പോ നേസനെക്സിന്റെ ഉദ്ദേശം തന്നെ കോൾഡ് വരാതിരിക്കാനാണ്. നേസനെക്സ് എടുത്തോണ്ടിരിക്കുമ്പോഴും കോൾഡ് വരികയാണെങ്കിൽ യു ഹാവ് ടു മീറ്റ് ദ ഡോക്ടർ. 3 ബോട്ടിൽ ടോപ്ലെക്സിൽ കൊടുത്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു മീറ്റ് ദ ഡോക്ടർ. അപ്പൊ നേസനെക്സ് കൊണ്ട് മാത്രം അവളുടെ അലർജിക് സിംറ്റംസ് കൺട്രോൾ ആവുന്നില്ല. ഇപ്പൊ സാൻഡ്സ്റ്റോം ഒക്കെ വന്നപ്പോ അത് കൺട്രോൾഡ് ആയി. ബട്ട് നൗ വെൻ ഷീ ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്, ഇപ്പൊ സാൻഡ്സ്റ്റോം ഒക്കെ വന്നപ്പോഴല്ലേ കോൾഡ് കൂടിയത്. അപ്പൊ അത് മസ്റ്റ് ഹവ് അഗ്രവേറ്റഡ് ഹർ അലർജി അഗൈൻ. അപ്പൊ ദെൻ യു ഹാവ് ടു റിവ്യൂ. ഡോക്ടറെ കാണിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. Thank you so much. Thank you. Yes, doctor. അപ്പം coming back to നമ്മുടെ മരുന്നുകളില്ലാത്ത non therapeutic physical exercise and swimming. Actually swimming is co-prescribed along with inhalers in most developed countries for treatment of asthma. And I've had lots of patients come and tell me once they started swimming, they really found a lot of benefits. Pinna other thing that I have noticed is breathing exercises, yoga. A few of my patients have practiced the art of living breathing techniques and they have said it has helped them. So നമ്മുടെ NTV പ്രേക്ഷകർക്ക് നല്ലൊരു വാർത്തയാണ്. കാരണം മോർണിംഗ് അവേഴ്സ് വി ഹാവ് ഗോട്ട് യോഗ നമുക്ക് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് ഓൾസോ ഇപ്പോൾ പറഞ്ഞു അലർജിക്കും ആസ്മയ്ക്കും കുട്ടികളിൽ നിന്ന് തന്നെ അത് ശീലിക്കുവാണെങ്കിൽ probably there will be a lot of difference as they grow up. Okay, so that was really informative for us. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാസ് ഓൺ നമ്മുടെ കുട്ടികളിൽ നിരന്തരമായി കണ്ടുവരുന്ന ചുമയും ജലദോഷവും പനിയെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഐ നോ ഈ ഒരു എപ്പിസോഡ് നമുക്ക് മതിയാവത്തില്ല. തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡ് വീണ്ടും ഞങ്ങൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇറ്റ് വാസ് ഡോക്ടർ രാജശ്രീ രഘുപതി വാസ് വിത്ത് us, pediatrician. She is practicing here since 21 years. And ഇപ്പം നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ തീർച്ചയായും യു ക്യാൻ ഗോ ടു ഒറൈൻ ഫാമിലി മെഡിക്കൽ സെൻറ്റർ വിച്ച് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ജബലഹള്ളിയിലുള്ള ഗാർഡൻസിലാണ് ലൊക്കേഷൻ. അപ്പോൾ തീർച്ചയായും you can go out there and get ellam endengilum if you want to meet the doctor you can go out there. So I hope it was really good for everyone. Thank you so much for having us, doctor. Apam veendum oru nalloru episode mai varunavare it's me Sharu signing off with Dr. Rajshri here. Nandi namaskaram.